ഷാനവാസും ബിന്നിയും പൊരിഞ്ഞ അടി തന്നെയായിരുന്നു. രണ്ടുപേരും എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത്? മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലുള്ളതുപോലെ ബിഗ് ബോസ് ഷാനവാസിനോടും അനീഷിനോടും ഒരുമിച്ച് ജോലി ചെയ്യുവാൻ പറഞ്ഞപ്പോൾ ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലി രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് ബിന്നിയെ ഒന്ന് കളിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ ബിഗ് ബോസ് ബിന്നിയെ വിളിച്ചതുകൊണ്ട് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിനുള്ള മറുപടി വന്നിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിന്നി പോയിരുന്നത്. പിന്നെ ഹൗസിൽ ഒരു ഡെയിലി ടാസ്ക് നടക്കുകയായിരുന്നു. ആ ഡെയിലി ടാസ്കിന് ശേഷം ഷാനവാസും അനീഷും അവർക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബിന്നി അവിടെ അടുത്തു ചെന്ന് പറഞ്ഞു, എന്നോട് നേരത്തെ പറഞ്ഞതിനെല്ലാം മാപ്പ് പറഞ്ഞാൽ മാത്രം ഞാൻ ജയിലിന്റെ വാതിൽ തുറക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കയറി ചൊറിയാൻ നിന്നു. ഷാനവാസിന് അത് കേട്ടപ്പോൾ കൂടുതൽ ട്രിഗർ ആവുകയാണ് ചെയ്തത്. ഷാനവാസ് അവിടെ ആട്ടിക്കൊണ്ടിരുന്ന ദോശമാവിന്റെ തവിയെടുത്ത് ബിന്നിക്ക് നേരെ കുടഞ്ഞു. 2 തവണ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ബിന്നി ദേഷ്യം പിടിച്ച് ഓരോന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ബിന്നി ഷാനവാസിന്റെ വീട്ടുകാരെയെല്ലാം പറയുവാൻ തുടങ്ങി. ഷാനവാസും വിട്ടില്ല. ഷാനവാസും ബിന്നിയുടെ വീട്ടുകാരെയും ഭർത്താവിനെയും എല്ലാം എണ്ണാൻ തുടങ്ങി. പാവം അനീഷ് ഇവരുടെ വഴക്കിനിടയിലേക്ക് നിൽക്കാതെ ഒരു മൂലയിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. ബിഗ് ബോസിന്റെ ക്യാമറ ഒരുപാട് നേരം അനീഷിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് തവണ അനീഷ് ഷാനവാസിനോട് ഒന്ന് നിർത്താൻ പറഞ്ഞിട്ടും അനീഷിനോട് പറഞ്ഞു, ഇത് നിന്റെ മാറ്ററല്ല, നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അനീഷിനെ മാറ്റുകയായിരുന്നു. ബിന്നിയുടെ ബഹളം കേട്ട് ഹൗസിലുള്ള മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വന്നു. ബിന്നി അവരോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. എന്നാൽ അവരൊന്നും ഷാനവാസുമായി സംസാരിക്കാൻ നിന്നില്ല. ആകെ ലക്ഷ്മി മാത്രമായിരുന്നു കിട്ടിയ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. ലക്ഷ്മി ബിന്നിയോട് മാപ്പ് പറയണമെന്ന് ഷാനവാസിനോട് ആവശ്യപ്പെട്ടു. ലക്ഷ്മി ഇടയിൽ കയറിയപ്പോൾ തന്നെ ഷാനവാസ് വീണ്ടും ട്രിഗർ ആവുകയായിരുന്നു. ലക്ഷ്മിയെ തമ്പുരാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസ് അഭിസംബോധന ചെയ്യുന്നത്. ബിന്നി ഷാനവാസിനോട് പറഞ്ഞു, ഞാനൊരു പെൺ ക്യാപ്റ്റൻ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് തനിക്കെന്ന്. താൻ ശരിക്കും പെണ്ണുങ്ങൾ ഭരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ ഭാര്യയുടെ മേൽ ആധിപത്യം കാണിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും താൻ. എന്നാൽ എൻ്റെ മേലേക്ക് അതുമായി വരണ്ട എന്നാണ് ബിന്നി ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഷാനവാസ് പറഞ്ഞു, വീട്ടുകാരെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് ഷാനവാസും ബിന്നിയുടെ ഭർത്താവിനെ എണ്ണുവാൻ തുടങ്ങി. നിന്റെ കളികളും നിന്റെ ചീപ്പ് സ്ട്രാറ്റജിയും എല്ലാം നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് എടുത്താൽ മതി, നീ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരേണ്ട എന്നെല്ലാമാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബിന്നി ഷാനവാസിനോട് മീശ വെച്ചതുകൊണ്ട് താൻ ആണാകുന്നില്ല എന്നുള്ള വർത്താനമെല്ലാമായി. ഇതെല്ലാം കേട്ടപ്പോൾ ഷാനവാസും ഒട്ടും വിട്ടില്ല. പറയുന്നതിനനുസരിച്ച് ബിന്നിയുടെ ഭർത്താവിനെയും എണ്ണിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കയറി. ലക്ഷ്മിയെ എടി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഷാനവാസ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഷാനവാസിന്റെ ഈ സംസാരം ലക്ഷ്മിക്ക് ഒട്ടും പിടിച്ചിട്ടില്ലായിരുന്നു. ഷാനവാസ് എടി പോടി എന്നുള്ള വിളികളൊന്നും പാടില്ല, എൻ്റെ പേര് മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പിന്നെ അവിടെ ഫയർ ആവുകയായിരുന്നു. താൻ അവിടെ കിടന്ന് കുരച്ചുകൊണ്ട് നിന്നു. താൻ എന്നോട് മാപ്പ് പറയാതെ ഞാൻ ഡോർ തുറന്നു തരില്ല എന്നാണ് ബിന്നി പറഞ്ഞത്. ബിന്നി ഇതേ കാര്യം ബിഗ് ബോസിന്റെ ക്യാമറയിലും പോയി പറഞ്ഞു. ഷാനവാസ് മാപ്പ് പറയാതെ ഞാൻ ഒരു കാരണവശാലും ഡോർ തുറന്നു കൊടുക്കില്ല എന്ന്. ഷാനവാസ് ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന്. പാവം അനീഷ് ഇതെല്ലാം കേട്ട് സഹിച്ച് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഒരുപാട് തവണ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അനീഷ് പരാജയപ്പെടുകയായിരുന്നു. ഫൈറ്റ് അതിമൂർച്ചയിലേക്ക് എത്തിയപ്പോൾ അനീഷ് അവിടെയുള്ള ബ്ലാങ്കറ്റ് എല്ലാം വെച്ചുകൊണ്ട് ജയിൽ മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് അതെല്ലാം വലിച്ചിട്ടു. പിന്നെ അനീഷ് ഒരക്ഷരം മിണ്ടാതെ ഒരു മൂലയിൽ പോയി പുറത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം ബിഗ് ബോസ് പറഞ്ഞു, ആരുടെയും പ്രാഥമിക കർമ്മങ്ങൾ ആർക്കും തടയാൻ സാധിക്കുന്നതല്ല എന്ന്. അങ്ങനെ ഷാനവാസ് ജയിച്ചതുപോലെയായി. പിന്നെ ഷാനവാസ് പാട്ടുപാടുകയും ബിന്നിക്കു നേരെ ആക്രോശിക്കുകയുമായിരുന്നു. ബിന്നി പിന്നെയും ഒരുപാട് നേരം ലാഗടിപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നെ ഡോർ തുറന്നത്. ഡോർ തുറന്ന് പുറത്ത് ഇറങ്ങിയ ബിന്നിക്ക് നേരെ ഡാൻസ് കളിക്കുകയായിരുന്നു ഷാനവാസ്. എന്നാൽ രണ്ടുപേരും ഇന്ന് വളരെ മോശമായി തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടേയിരുന്നത്. വീട്ടുകാരെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുമാതിരി കച്ചറ സംസ്കാരത്തിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഷാനവാസ് ലക്ഷ്മിക്ക് നല്ല കൊട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സംസ്കാരം എന്താണെന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ആ കുട്ടികളെ വരാന്തയിൽ വരെ ഇരുത്തുകയുള്ളൂ എന്ന് പറയണമെങ്കിൽ എത്രമാത്രം മോശമാണ് നിങ്ങളെല്ലാവരും. നീയും കണക്കാ, നിന്റെ അമ്മയും കണക്കാണ്, സംസ്കാര ശൂന്യന്മാർ എന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോഴാണ് ലക്ഷ്മിയും കൂടുതൽ ട്രിഗർ ആവാൻ കാരണം. ഇരുവരും ഒരുപാട് നേരമാണ് അവിടെ വഴക്കിട്ടത്. എപ്പിസോഡിൽ ഇത് എത്രമാത്രം കാണിക്കുമെന്നുള്ളത് അറിയില്ല. ലൈവ് കണ്ടവർക്കറിയാം എത്രയോ സമയമാണ് അവർ എല്ലാവരും ചേർന്ന് അടികൂടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.